അപ്പൊ എല്ലാവർക്കും നമസ്കാരം. iPlusന്റെ പുതിയൊരു വെബിനാറിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ അതുൽ സാറാണ്, ഫിസിക്സിന്റെ ഫാക്കൽറ്റിയാണ്. ഞാനാണ് ഈ ലീഗൽ മെട്രോളജിയുടെ കോഴ്സ് മോണിറ്റർ ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ വളരെ സന്തോഷം. കാരണം നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആളുകൾക്ക് അത്രയും താല്പര്യം, സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതുവരെ എത്ര നിയമനങ്ങൾ നടന്നു, എന്താണ് സിലബസ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, മുൻവർഷത്തെ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 613/2025 ആണ്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആണ്. പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43,400 to 91,200 ആണ്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഹയർ സെക്കൻഡറി ഫിസിക്സ്, കെമിസ്ട്രി കുറെ സബ്ജക്റ്റുകളിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അവരുടെ പേ സ്കെയില് ഏകദേശം ഇതേ റേഞ്ചാണ്. 45 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1,600 വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പേ സ്കെയിൽ കിട്ടുന്ന ജോലിയാണ് സത്യം പറഞ്ഞാൽ ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് വേക്കൻസീസ് പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത 3 വർഷത്തിൽ എത്ര ഒഴിവ് വന്നു കഴിഞ്ഞാലും ആ ഒഴിവുകളെല്ലാം ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 4 പിന്നെ പല ആളുകൾക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്താണ് ഈ ലീഗൽ മെട്രോളജി വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. അതായത് ഈ നമ്മുടെ കടയിലേക്ക് ഇരുന്ന ത്രാസൊക്കെ ഉണ്ടല്ലോ, ത്രാസ്, അതൊക്കെ കമ്മീഷൻ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതുപോലെ കടകളിലെ ത്രാസുകളിലും അളവുകളിലും ഒക്കെ മായങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം കണ്ടുപിടിക്കുന്നതും, മനസ്സിലായി, അളവിലൊക്കെ കൃത്രിമത്വം കാണിക്കുകയാണെങ്കിൽ അവയെല്ലാം ഇൻസ്പെക്ട് ചെയ്യുന്നതും അവയ്ക്ക് എതിരെയുള്ള പിഴ കൊടുക്കുന്നതും കോടതിയിൽ കേസൊക്കെ ചാർജ് ചെയ്യുന്നതും എല്ലാം ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടേഴ്സ് ആണ്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. നല്ലൊരു ജോലിയാണ്. മറ്റുള്ള ജോലി പോലെ ഭയങ്കരമായ കഷ്ടപ്പാടുള്ള ഒരു ജോലിയല്ല ഈ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, ഏജ് ലിമിറ്റ് നമുക്കറിയാം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. പിന്നെ ഏതാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി, അതിനനുസരിച്ചിട്ടുള്ള വയസ്സളവ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. ദെൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. BSc ഫിസിക്സ് ഒരു വിഷയമായിട്ട് എടുത്തിട്ടുള്ള മറ്റു സബ്ജക്റ്റുകൾ, ഇപ്പൊ കെമിസ്ട്രി ആണെങ്കിൽ സബ് ഫിസിക്സ് ഉണ്ട്, ചില ആൾക്ക് ജിയോളജി ആണെങ്കിൽ സബ് ഫിസിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ബിടെക് ഉള്ള ആളുകൾക്കും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്നുള്ളൊരു കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ദെൻ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്ന ഇതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. എന്തുകൊണ്ട് ലീഗൽ മെട്രോളജിയിൽ I+ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്നത്. നിങ്ങൾ ആദ്യം കാണുന്ന കുട്ടീനെ കണ്ടോ, അപർണ KM. നിലവിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണ്. നമ്മുടെ 3ാമത്തെ റാങ്ക് വാങ്ങിച്ച കുട്ടിയായിരുന്നു അപർണ KM എന്ന് പറയുന്നത്. ദെൻ 4ാമത്തെ റാങ്ക് വാങ്ങിച്ച കുട്ടിയാണ് നമ്മുടെ അശ്വതി GS എന്ന് പറയുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണ്. ഇപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണ് പുള്ളിക്കാരി. ദെൻ പിന്നെ നമ്മളിപ്പോ ലേറ്റസ്റ്റ് സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ ലിസ്റ്റ് വന്നപ്പോഴേക്ക് നീരജ നമ്മുടെ കുട്ടിയാണ്, 2ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. അടുത്ത കുട്ടി സേതാ മോഹൻ 3rd റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ആശിഷ് 4th റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുകയാണ് നമ്മുടെ ഗോകുൽ CM. ഗോകുൽ ഓൾറെഡി ലീഗൽ മെട്രോളജി ലിസ്റ്റിലുണ്ട്. ഒരുപാട് നിയമങ്ങൾ നടന്നാൽ ഗോകുൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആവും. അപ്പൊ അങ്ങനെ ഒത്തിരി റാങ്കുകൾ നമ്മുടെ I+ കിട്ടിയിട്ടുണ്ട് ഈ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള PSCകളിൽ. അപ്പൊ ഇത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. നമ്മുടെ പിള്ളേർ തന്നെ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആദ്യത്തെ 5 നമ്മുടെ പിള്ളേർ വരണമെന്ന് വെച്ചാൽ ആദ്യത്തെ 5 നമ്മുടെ പിള്ളേർ വരും. കാരണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽ പ്രിപ്പറേഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലല്ലേ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ നമ്മുടെ പിള്ളേരാണ് അവിടേക്ക് ഇരിക്കുന്നതെന്ന് പറയാനായിട്ട്. ഓക്കെ, യെസ്. അപ്പോ നമുക്കൊന്ന് സിലബസ് നോക്കി പോവാം. സിലബസ് ബേസിക്കലി 100 മാർക്ക് PSC പരീക്ഷയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പ്ലിറ്റിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം. കാരണം അളവ് തൂക്ക ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം. അപ്പോൾ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തിൽ നിന്നൊരു 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ദെൻ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ്, നമ്മൾ സാധാരണ PSCക്ക് പഠിക്കുന്ന കമ്പ്യൂട്ടർ ബേസിക്സ് ഒരു 10 മാർക്കിനുണ്ടാവും. കെമിസ്ട്രി 30 മാർക്കിനുണ്ടാവും.
ഫിസിക്സ് 30 മാർക്ക് ഉണ്ടാവും, മാത്തമാറ്റിക്സ് ഒരു 20 മാർക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇത് സാധാ PSC പഠിക്കുന്ന രീതിയിലുള്ള കെമിസ്ട്രി ഫിസിക്സ് ഒന്നും ആയിരിക്കില്ല. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഡിഗ്രി നിലവാരത്തിലുള്ള സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. കൃത്യമായ സിലബസ് ഇതിനുണ്ട്. അപ്പോൾ പാർട്ട് എ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം, ഈ ഭാഗം ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ 10 മാർക്കും ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഉള്ള ഭാഗങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. നമുക്കൊരു 1, 2, 3, 4 സെഷൻ ഉണ്ട്. ഓരോ സെഷനിൽ നിന്നും 2, 3, 2, 3 എന്ന മാർക്കിലാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, DCAC ബ്രിഡ്ജസ്, വീസസ് ബ്രിഡ്ജ്, കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്, അങ്ങനെയുള്ള. പിന്നെ ഗാൽവോമീറ്റർ അമ്മീറ്റർ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, എന്താണ് മൂവിംഗ് കോയിൽ ഗാൽവോമീറ്റർ, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്, കുറച്ചതല്ലാത്ത അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഭാഗമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. യെസ്, ഇനി കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ പഠിക്കുന്ന PSCയിൽ വരുന്ന കമ്പ്യൂട്ടറിന്റെ അതൊക്കെ തന്നെയാണ് കുറേയൊക്കെ ഇതിൻ്റെ അകത്തുള്ളത്. IT കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, എത്തിക്കൽ അനാലിസിസ്, പ്രോപ്പർട്ടി റൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ദെൻ MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ്, ആ ഭാഗത്ത് നിന്ന് 5 മാർക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് 10 മാർക്കാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിൽ നിന്ന് 5 മാർക്കും, അതുപോലെ MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നും 5 മാർക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഡിഗ്രിയിലുള്ള പോലെ കണ്ടരുമാനം ഇല്ല, സ്പെസിഫിക് ആയിട്ടുള്ള 2 റീജിയൻ മാത്രം പഠിച്ചാൽ മതി. കെമിസ്ട്രിയുടെ ഭാഗത്ത് വന്നാലും നമ്മൾ മറ്റ് PSCക്ക് പഠിക്കുന്ന പോലെയുള്ള കെമിസ്ട്രി ഒരുപാട് കാർഡിയറി, ഓർഗാനിക്, അത് ഇത് മറ്റൊന്നും ഇടത്തില്ല. കറക്റ്റ് കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊതുവായിട്ട് ഫിസിക്സിലും കെമിസ്ട്രിയിലും പഠിക്കുന്ന കാര്യങ്ങളാണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറഞ്ഞ പേപ്പർ തന്നെ ഫിസിക്സിലുണ്ട്. അമോർഫസ് സോളിഡ്സ് എന്താണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണ്, പിന്നെ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, HCP, അങ്ങനെ കുറെ സാധനമുള്ളൂ. അവിടെ പാക്കിങ് അല്ലെ, ക്യൂബിക് സിസ്റ്റം, ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ് അല്ലെ, അങ്ങനെയുള്ള. പിന്നെ എക്സ്റേ ഡിഫ്രാക്ഷൻ, 2D സൈൻ തീറ്റയുടെ N ലാംഡ എന്ന് പറയുന്ന ബ്രാഗ് ലോയർ, പിന്നെ ഇൻപെർഫെക്ഷൻ ഇൻ ക്രിസ്റ്റൽസ്, ഷോർട്ട് കീ ഡിഫക്ട്, ഫ്രെങ്കൽ ഡിഫക്ട് എന്ന് പറഞ്ഞ ഡിഫക്റ്റുകള്, പിന്നെ ലിക്വിഡ് സ്റ്റേറ്റും ഉണ്ട്, പിന്നെ ഗ്യാസ് സ്റ്റേറ്റും ഇതിന്റെ അകത്ത് പഠിക്കാനുണ്ട്. ഇപ്പൊ ഈ മോളിക്കുലർ വെലോസിറ്റീസ് ഒക്കെ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. V ആവറേജ്, VRMS അല്ലെ, നമ്മൾ പഠിക്കുന്ന VRMS, V ആവറേജ്, VP മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതായത് സിമ്പിൾ ആണ് ആ ഭാഗം. 3 മാർക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും ഫിസിക്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും വരുന്നത്. നമ്മൾ 2 ലിക്വിഡ് ലെയറുകൾക്കിടയിലുള്ള കർഷണ ബലത്തെ നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നു. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, ലിക്വിഡ് സർഫസുകൾ വളഞ്ഞു കിട്ടിയിരിക്കുന്ന മെമ്പറൈൻ പോലെ ആക്ട് ചെയ്യുന്നു, അതിനെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നു. സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് കിണറ്റിലെ വെള്ളത്തിന്റെ അകത്തുകൂടി 8 കാലിക്ക് നടക്കാൻ പറ്റുന്നത്. ദ്രാവകത്തുള്ളികൾ എങ്ങനെയാണ് ഗോളാകൃതിയിൽ ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. അതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. പിന്നെ ബബിൾ ആണെങ്കിൽ, ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ 2s/r, ബബിൾ ആണെങ്കിൽ 4s/r, എക്സസ് പ്രഷർ പറയാറുണ്ട്. മനസ്സിലായോ? അതൊക്കെ നല്ല ഭാഗങ്ങളാണ്, കോമൺ ആണ്. പിന്നെ സൊല്യൂഷൻസില് മൊളാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കെമിസ്ട്രി ടീച്ചർ നല്ല ഭംഗിയായിട്ട് പഠിപ്പിക്കട്ടോ. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നും കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് കുറച്ച് ഭാഗങ്ങളുണ്ട്. ക്രൊമാറ്റോഗ്രഫി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ പോളിമേഴ്സ് നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്നതാണ്. ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും എല്ലാവരും പഠിക്കുന്നതാണ്. ബേസിക് കാര്യങ്ങളാണ്. PVC എന്താണ്, ഞാൻ വരെ നന്നായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. PVC എന്താണ്, ടെഫ്ലോൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ദെൻ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫാണ്. സിമെന്റ്, പെയിന്റ്, സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്, ഫുഡ് അഡിറ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ ജനറലി പഠിക്കുന്ന കെമിസ്ട്രിയിൽ നിന്ന് കുറച്ച് വ്യത്യാസത്തിലാണ് സത്യം പറഞ്ഞാൽ ഈ സിലബസ് പോകുന്നത്. പിന്നെ ഫ്യൂവൽസ്, പ്രൊപ്പലന്റ്, എക്സ്പ്ലോസീവ്സ്, അതിനെ കുറിച്ച് LPG, TNT, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓഡിയബിൾ ആകുന്നില്ലേ? നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. ഓഡിയബിൾ ആണ്. പരീസ ഇട്ടിട്ടുണ്ടല്ലോ ഓഡിയബിൾ ആണെന്ന്. യെസ്, ഓഡിയബിൾ ആണ്. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇനി ഇവിടുത്തെ നെറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. ഓക്കെ, ഓഡിയബിൾ ആണ്. ഗുഡ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. യെസ്, നാനോ മെറ്റീരിയൽസ് ഏതൊക്കെ ടൈപ്പ് നാനോ മെറ്റീരിയൽസ് ഉണ്ട്? കാർബൺ നാനോ ട്യൂബ് എന്തുണ്ട്? ഫ്ലറൻസ് എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് നാനോ പാർട്ടിക്കിൾ, അതിന്റെ ഒപ്റ്റിക്കൽ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അത് ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും പഠിക്കുന്നതാണ് ഈ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. ഞാനൊക്കെ റിസർച്ച് ചെയ്യുന്ന ആ ഏരിയയിലാണ്, നാനോ മെറ്റീരിയൽസിലാണ്. ദെൻ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി വന്നു കഴിഞ്ഞാലും, സ്പെക്ട്രോസ്കോപ്പി ഫിസിക്സിലും കെമിസ്ട്രിയിലും ഉള്ള സ്പെക്ട്രോസ്കോപ്പിയാണ്. സ്പെക്ട്രോസ്കോപ്പി നമുക്കറിയാം, UV വിഷ്വൽ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, IR സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, NMR ഉണ്ട്. ഇത്രയാണ് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. 4 മാർക്കാണേ. ദെൻ എൻവയോൺമെന്റൽ കെമിസ്ട്രി ആണ്. വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രി സിലബസ് വളരെ ഈസിയാണ്.
വളരെ ഉണ്ടാവും. ഈ ഭാഗങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു പ്രോപ്പർ ഗൈഡൻസിൽ പോയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. കാരണം ഓൾറെഡി എല്ലാം പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസും പാറ്റേണും എല്ലാം കൃത്യം അനലൈസ് ചെയ്താണ് നമ്മൾ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപാട് കാടുകറി വായിക്കാനൊന്നും പോയിട്ട് വരില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇതിൽ തന്നെ നമുക്ക് കിട്ടും. യെസ്, ദെൻ കം ടു ഫിസിക്സ്. ഫിസിക്സിന്റെ ഏരിയയിലേക്ക് വരുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഭാഗമാണ് ഏറ്റവും ആദ്യം നമുക്ക് മൊഡ്യൂൾ 1 2 മാർക്കിൽ നിന്ന് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ +1 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്ന ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ്. പ്രിസിഷൻ, ആക്യുറസി, അബ്സല്യൂട്ട്, സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ, പെർസെന്റ് എറർ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, എറർ റീഡിംഗ് സ്കെയില്, സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പേഴ്സ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സ്ക്രൂ ഗേജും വെർനിയർ കാലിപ്പേഴ്സ് ഒക്കെ കൊണ്ടുവന്നാണ് ക്ലാസ് എടുത്തിരിക്കുന്നത് ക്ലാസ്സിൽ. അതാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ വരെ നമുക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞ ഒറിജിനൽ സ്ക്രൂ ഗേജ് കൊണ്ടുവന്ന് തന്നെ ക്ലാസ് എടുത്തിരിക്കുന്നത് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യത്തെ മൊഡ്യൂളിൽ 2 മാർക്കാണ്. വളരെ കുറച്ച് വീഡിയോസിൽ തന്നെ ഈ കണ്ടന്റ് മുഴുവൻ സെറ്റ് ആക്കിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദെൻ മൊഡ്യൂൾ 2 വന്നാൽ മെക്കാനിക്സ് ആണ്. മെക്കാനിക്സിൽ ഗ്രാവിറ്റേഷൻ പഠിക്കാനുണ്ട്, റിജിഡ് ബോഡി പഠിക്കാനുണ്ട്, റൊട്ടേഷണൽ മോഷൻ പഠിക്കാനുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്. ആ +1 കുറച്ചധികം ഭാഗങ്ങളും പിന്നെ കുറച്ച് ഡിഗ്രി നിലവാരത്തിലുള്ള കണ്ടന്റുകളും ഇതിന്റെ അകത്തുണ്ട്. ഈ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് 4 മാർക്ക് ഉണ്ട് അത്രയും മൊഡ്യൂളിൽ നിന്ന് തന്നെ. മൊഡ്യൂൾ 3 പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഇലാസ്റ്റിസിറ്റി, ഫ്ലൂയിഡ് മെക്കാനിക്സും സർഫസ് ടെൻഷനും. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ശരിക്കും ഇതിന്റെ അകത്ത് ഉള്ളത്. 3 മാർക്കാണ്. ഇനി 4ാമത്തെ ഭാഗം ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ ഈ പറയുന്ന ഒരു ടെമ്പറേച്ചർ, അതുപോലെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, പിന്നെ തെർമോഡൈനാമിക്സ്, കാർനോട്ട് എഞ്ചിനൊക്കെ ഉള്ള ആ തെർമോഡൈനാമിക്സിന്റെ ഏരിയയാണ് പിന്നീട് നമ്മൾ കവർ ചെയ്ത് പോകേണ്ടത്. അതാണ് ഈ യൂണിറ്റിനുള്ളത്. ഇനി അടുത്തത് ഒപ്റ്റിക്സിലെ ഭാഗമാണ്. റിഫ്ലക്ഷൻ, ലോ ഓഫ് റിഫ്ലക്ഷൻ, പ്ലെയിൻ ആൻഡ് സ്ഫെറിക്കൽ മിറേഴ്സ്, അതായത് ലെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ. അല്ല, ഇന്റർഫറൻസ് ഓർക്കുന്നില്ല, 2 2 ലൈറ്റുകൾ പരസ്പരം കൂടിച്ചേരുമ്പോൾ അവയുടെ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്ന ഇന്റർഫറൻസ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിഫ്രാക്ഷൻ എന്തായിരുന്നു? ഒരു അഗ്രമുനയിൽ ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ അവ ആ ഒബ്ജക്റ്റിന്റെ ഷാഡോയിലേക്ക് എൻ്റർ ചെയ്യും. ഇതിനെയാണ് ഡിഫ്രാക്ഷൻ എന്നത്. ബെൻഡിങ് ഓഫ് ലൈറ്റ് ബീംസ് വെൻ ഇറ്റ് ടച്ചസ് എ നൈഫ് എഡ്ജ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റുകൾ, സ്കാറ്ററിംഗ്, പോളറൈസേഷൻ, അതുപോലെ ലേസറിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തു നിന്ന് ടോട്ടലി 5 മാർക്കുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി അടുത്ത മൊഡ്യൂൾ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. 4 മാർക്കുള്ള ചോദ്യങ്ങളുണ്ട്. ഇത് +2 ഭാഗത്തു നിന്ന് കയറി വന്നിരിക്കുന്നതാണ്. ക്രിച്ചോഫ് ലോ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ദെൻ മൊഡ്യൂൾ 7 വന്നാൽ മാഗ്നറ്റിസത്തിനുള്ള ഭാഗങ്ങളാണ്. 8 ഇൻഡക്ഷൻ, അതായത് ഒരു ഭാഗമാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഈ പറയുന്ന 7ഉം 8ഉം എന്ന് പറയുന്നത് മാഗ്നറ്റിസവും ആൾട്ടർനേറ്റിംഗ് കറണ്ടും ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിന് അടുത്തത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ ഡിവൈസുകളാണ്. ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, സേനർ ഡയോഡ്, LED, ഫോട്ടോ ഡയോഡ്, പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സും ഓസിലേറ്റേഴ്സും ഡിജിറ്റൽ സർക്യൂട്ടിലെ ഗേറ്റുകളും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ഒരു മൊഡ്യൂളിൽ നിന്ന് 1 മാർക്കിനുള്ള അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞുള്ള ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോ ഫിസിക്സിന്റെ നിങ്ങളോട് പൊതുവായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിസ്ട്രി അപേക്ഷിച്ച് അത്യാവശ്യം ഒരുപാട് കണ്ടന്റുകൾ ഫിസിക്സിലാണ്. എനിക്ക് സിലബസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം ഒരുപാട് കണ്ടന്റുകൾ പഠിക്കാനുണ്ട്. അപ്പോ നമ്മൾ ഒരു ഭാഗം മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാ ഭാഗത്തിനും തുല്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ കൂടുതലുള്ള പോർഷൻ ആണെങ്കിൽ ആ കൂടുതലുള്ള പോർഷൻസിന് അധികമായിട്ട് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ യൂണിറ്റുകൾക്കും കൃത്യമായ MCQs ഉണ്ടാവും. MCQs ചെയ്യും, അത് നമ്മൾ മോണിറ്റർ ചെയ്യും, ടെസ്റ്റ് പേപ്പർ ഇടും, റാങ്ക് ലിസ്റ്റ്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ അറിയാം, നേരത്തെ കോഴ്സിനൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ തന്നെ പരീക്ഷകൾ നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഓരോ പ്രാവശ്യം ആദ്യത്തെ ആള് ആദ്യം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊരു കോമ്പറ്റീഷൻ ആണ്, നമുക്കിടയിൽ തന്നെയുള്ള നല്ലൊരു കോമ്പറ്റീഷൻ ആണ്. അപ്പോ എന്നിട്ടാണ് നമ്മൾ പൊതുവായിട്ടുള്ള ആളുകളിലേക്ക് പോകുന്നത്. അപ്പൊ മോസ്റ്റ്ലി നമ്മുടെ അടുത്ത് തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് നോക്കുന്ന കുട്ടികളും ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്ത് നല്ല റാങ്കിലൊക്കെ എത്താൻ പറ്റണമെങ്കിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നമ്മൾ തന്നെ കണ്ടക്ട് ചെയ്യണം. അപ്പൊ ആ രീതിയിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. നമ്മൾ റിഫൈൻഡ് ആയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴും. അപ്പൊ ആ സ്ട്രാറ്റജിയാണ് ഇവ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കണം ഏത് ഭാഗത്തിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കണമെന്ന് നോക്കിയിട്ട് ആ ഭാഗം, അതായത് നമുക്ക് പാടുള്ള ഭാഗത്തിന് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് ആ ഭാഗം ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കുള്ള ഗുണം. കാരണം എല്ലാം അറിയാവുന്ന എല്ലാ ആളുകൾക്കും എല്ലാം അറിയില്ല. എല്ലാ ആളുകൾക്കും എല്ലാം ഒന്നും അറിയണ്ടാവില്ല. ചില ആളുകൾ കെമിസ്ട്രിയിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും, ചില ആളുകൾ ഫിസിക്സിൽ എക്സ്പേർട്ട് ആയിരിക്കും, ചില ആളുകൾ വേറെ ടോപ്പിക്കിലായിരിക്കും എക്സ്പേർട്ട്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് ഈ 30 മാർക്കിന്റെ ഫിസിക്സിന്റെ പോർഷനും ഇലക്ട്രോണിക്സ് ആദ്യത്തെ ഭാഗം പറഞ്ഞല്ലോ, ആ ഭാഗത്തുള്ള 10 മാർക്ക് 40 മാർക്കിന്റെ കംപ്ലീറ്റ് കണ്ടന്റുകൾ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് മുഴുവനായിട്ടും.
അപ്പൊ ഈ ഇവിടുന്നുള്ള മാർക്കൊന്നും ഒരു മാർക്ക് പോലും പോവാതെ ഞാൻ നോക്കിക്കോളാം. കെമിസ്ട്രിയുടെ ഫാക്കൽറ്റി അതുപോലെ തന്നെയാണ് നോക്കുന്നത്. നമ്മൾ ആ ക്ലാസ്സുകൾ മോണിറ്റർ ചെയ്താണ് പോകുന്നത് കൃത്യമായിട്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നൊന്നും മാർക്ക് പോവില്ല. ഓക്കെ. ദെൻ മാത്തമാറ്റിക്സിൽ നിന്ന് നമ്മൾ പറഞ്ഞു കുറച്ച് മാർക്ക് 20 മാർക്കിനുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സ് നമുക്ക് പഠിക്കാനുള്ളത് മെന്റൽ എബിലിറ്റി റീസണിങ്ങിൽ 1 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 2 മാർക്ക്, അങ്ങനെ. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസുകളിൽ നിന്ന് 2 മാർക്ക് ഉണ്ട്. പിന്നെ മെട്രിക്സും ഡിറ്റർമിനന്റ് 3 മാർക്കിനുണ്ട്. അത് നമ്മുടെ ഭാഗ്യമാണ്. കാരണം മെട്രിക്സും ഡിറ്റർമിനന്റ് ഒക്കെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പഠിപ്പിച്ചിരും. പിന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഹോമോജീനിയസ്, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ്, അതിന്റെ സൊല്യൂഷൻ മെത്തേഡ്സ്, ഗോസ് എലിമിനേഷൻ മെട്രിക്സ്, മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ്, ക്രോസ് റൂൾ ഒക്കെ ഉണ്ട്. പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസുകൾ ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിന്റെ എക്സാക്ട് സൊല്യൂഷൻ എങ്ങനെയാണ്, വേരിയബിൾ സെപ്പറേറ്റ് ഫോം എന്താണ്, അതാണ്. എനിക്കിത് കാണുമ്പോൾ കുറെയൊക്കെ അറിയാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ HSST-ലും സയന്റിഫിക് കോഴ്സിലൊക്കെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എടുത്തുകൊണ്ടിരുന്ന ഞാൻ. ഈ മാത്സ് എടുക്കുന്ന വേറെ ഫാക്കൽറ്റിയാണ്. പക്ഷെ എനിക്കിത് കാണുമ്പോൾ അറിയാം ഇത് എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എന്താ കാര്യങ്ങളൊക്കെ. അപ്പൊ അതാ പറഞ്ഞത്, ഈ വീഡിയോയുടെ മാർക്ക് നമ്മൾ സെറ്റാക്കി തരാം. ഓക്കെ. യെസ്. അപ്പോ ഇവിടെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് നമുക്ക് 2024 ആ ലിസ്റ്റ് വന്നത്. 24/4/2024. 25, ഇപ്പൊ 26, 27 ആദ്യ വർഷം ആകുമ്പോൾ തന്നെ ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിയും. അതുകൊണ്ടാണ് പരീക്ഷ കുറച്ച് തള്ളി വന്നിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് ആ സമയത്താണ് പരീക്ഷ വരേണ്ടാവുക. ഓഗസ്റ്റിൽ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ 27 ആദ്യം ആകുമ്പോൾ തന്നെ ആ ലിസ്റ്റ് നിലവിൽ വരും. മനസ്സിലായോ? അപ്പൊ 27 ആവുമ്പോൾ ഇപ്പോൾ നിലവിൽ 16 അഡ്വൈസുകൾ വരെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 30-35 അഡ്വൈസുകൾ വരെ പോകാനുള്ള സാധ്യതയുണ്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഈ ലിസ്റ്റിൽ നിന്ന്, പോകുന്ന ലിസ്റ്റിൽ നിന്ന്. മനസ്സിലായോ? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ലിസ്റ്റ് എഫക്റ്റീവ് വരാൻ തുടങ്ങും. അത് വരുമ്പോൾ വീണ്ടും അടുത്ത 3 വർഷത്തേക്കുള്ള ഒഴിവുകളെല്ലാം ആ ലിസ്റ്റിൽ നിന്നായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ഞാൻ പിള്ളേരോട് എപ്പോഴും പറയാറുണ്ട്, ചില ആളുകൾ ഇങ്ങനെ പറയും, സാറേ 4 വേക്കൻസി അല്ലേ ഉള്ളൂ, 2 വേക്കൻസി അല്ലേ ഉള്ളൂ, അപ്പൊ എങ്ങനെ പഠിച്ചാൽ ശരിയാവും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ വിളിച്ച സമയത്ത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നല്ല പറഞ്ഞിരുന്നത്, 2 വേക്കൻസിക്ക് എന്ന് പറഞ്ഞാൽ വിളിച്ചത്. ഒഴിവുകൾ 2 ഉള്ളൂ. അപ്പൊ കുറെ ആളുകൾ എന്നോട് ചോദിച്ചു, സാറേ 2 വേക്കൻസി അല്ലേ ഉള്ളൂ, ഇതിട്ട് വല്ല കാര്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുത്, ബാക്കി നമുക്ക് നോക്കാം. അങ്ങനെ എഴുതി കയറിയവരാ കൂടുതൽ നമ്മുടെ പിള്ളേരിൻ്റെ അകത്ത്. ആദ്യത്തെ 4-3 ഒക്കെ അങ്ങനെയുള്ള പിള്ളേരാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് 2 ഒഴിവിന് വിളിച്ച ഒരു പോസ്റ്റ് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 16 അഡ്വൈസുകൾ അതിനകത്ത് പോയി എന്നുള്ളതാണ്. ഈ അഡ്വൈസ് കിട്ടുന്നത് മിക്കവരും ജോയിൻ ചെയ്യും, കാരണം ആരും പോകുന്നില്ല, കാരണം നല്ല സാലറി സ്കീലുള്ളതുകൊണ്ട്. അപ്പൊ അത്രയും ആളുകൾ അതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ 2 ഒഴിവേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് പഠിക്കാണ്ടിരുന്ന ആളുകൾ ആരായി? അപ്പൊ അതാ പറയുന്നത്, ചില ലിസ്റ്റുകളിൽ ഒരു ഭാഗ്യം ഉണ്ടാവും. ചിലപ്പോൾ 10 പേരൊക്കെ എടുക്കും, ചിലപ്പോൾ 20 എടുക്കും, ചിലപ്പോൾ 30 എടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് ബൾക്ക് റിട്ടയർമെന്റോ അല്ലെങ്കിൽ പോസ്റ്റ് ക്രിയേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഒക്കെ പോസ്റ്റ് ക്രിയേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒഴിവുകളുടെ എണ്ണം കൂടും. അപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ ആളെ എടുക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചെയ്യണം. നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൽ വരണം. നമ്മൾ വന്നാലല്ലേ വിളിക്കുമ്പോൾ നമ്മൾ എടുക്കുള്ളൂ. അല്ലാതെ നമ്മൾ അതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ എഴുതിയില്ല, റാങ്ക് ലിസ്റ്റ് വന്നില്ല, അപ്പൊ കുറെ ആൾ എടുക്കുമ്പോൾ സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറ്റി ഇതൊന്നല്ല, നിങ്ങൾ ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്താലും എഴുതിയാലും നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക, ആദ്യത്തെ 5 റാങ്കിൽ വരാൻ ശ്രമിക്കുക. വരാതിരിക്കും പിന്നത്തെ കാര്യമാണ്. നമ്മൾ ശ്രമിക്കുക, പരമാവധി ശ്രമിക്കുക. വന്ന് എവിടെയെങ്കിലും കയറി പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യമായിരിക്കും. ഇപ്പൊ കെമിസ്ട്രിയുടെ ഞാൻ ഒരു ലിസ്റ്റിന്റെ എപ്പോഴും എല്ലാ വെബിനാറിലും പറയാനാണ്. കെമിസ്ട്രിയുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, HSST കെമിസ്ട്രി ജൂനിയർ പോസ്റ്റ്. അതൊരു KC കിടക്കുന്ന ലിസ്റ്റ് ആയിരുന്നു. ആകെ 2-3 നിയമനങ്ങൾ നടന്നിരിക്കുന്നത് ആദ്യത്തെ 1.5 വർഷത്തില്. പെട്ടെന്നൊരു സുപ്രഭാതത്തില് 65 അഡ്വൈസുകളാണ് ആ ലിസ്റ്റിൽ നിന്ന് പോകുന്നത് ഒറ്റ ദിവസം. അതായത് 50ാമത്തെ റാങ്കുകാരന് പോലും അഡ്വൈസ് പോയി എന്നുള്ളതാണ്. ഒറ്റ ദിവസമാണേ. രാത്രി കിടന്നുറങ്ങിയാൽ രാവിലെ എനിക്ക് നോക്കുമ്പോൾ അഡ്വൈസ് ആണ് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ലിസ്റ്റിന് ഒരു ഭാഗ്യമാണത് പിടികിട്ടി. അപ്പൊ അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ആവാം. നമുക്കൊന്നും മുന്നോട്ട് ഗണിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ, കബഡി എടുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ ഒരു ഹാർഡ് വർക്ക് പോലെ ഇരിക്കും മുന്നോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതുകൂടിയാണ് നിങ്ങൾ കാണിക്കാന്ന് വിചാരിക്കേണ്ടത്. അതായത് മെയിൻ ലിസ്റ്റിലുള്ള ഈ ലെഫ്റ്റിൽ കാണുന്ന റാങ്ക് ആണ് കേട്ടോ. റാങ്ക് 1, റാങ്ക് 2, റാങ്ക് 3, റാങ്ക് 4, റാങ്ക് 5, റാങ്ക് 6, റാങ്ക് 10 വരെ. ആ റാങ്കിൽ വാങ്ങിച്ച മാർക്കുകളാണ് ഞാൻ പറയുന്നത്. ഈ 100-ല് 55 മാർക്ക് കിട്ടിയ ആൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടി, അതുകൊണ്ടാണ് അയാൾ 1ാം റാങ്കിൽ വന്നത്. 100-ല് 61 മാർക്കായിരുന്നു മാക്സിമം മാർക്ക് എഴുതി വാങ്ങിച്ചത്. അതായത് നിങ്ങൾ 100-ൽ 53 മാർക്ക് വാങ്ങിച്ചപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയാണ് അതിൻ്റെ അകത്ത്. മനസ്സിലായോ? 100-ൽ 50, ഞാൻ പറയണ 50% മാർക്ക് വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് ആ ജോലി കിട്ടും. മനസ്സിലായോ? അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 50-60 ഉള്ളിൽ മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിന്റെ അകത്തുനിന്ന് ഞാൻ പറഞ്ഞു 30 + 10 മാർക്ക് ഇലക്ട്രോണിക്സ് 40 മാർക്ക് എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു 30 മാർക്ക് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. കെമിസ്ട്രിയിൽ നിന്ന് ഒരു 20 മാർക്ക്, ഞാൻ വെറുതെ പറയാണ്, കെമിസ്ട്രിയിൽ നിന്ന് 20 മാർക്ക് എഴുതിയതിന് 50 മനസ്സിലായോ? പിന്നെ ബാക്കിയുള്ള IT നിന്ന് ഒരു 5 മാർക്ക് 55 മാത്സിൽ നിന്ന് ഒരു 5 മാർക്ക്
60 മാർക്കായി. അപ്പൊ അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടണം. പകുതി വെച്ചിട്ട് പേപ്പറിൽ നിന്ന് കൂട്ടിയപ്പോൾ നമ്മൾ ഈ കട്ട് ഓഫിന് മേലിൽ കയറും. ഈ സത്യം നമ്മളാരും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. അതാണ് ഞാൻ ഇത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പിള്ളേരെ എഴുതിയെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ആത്മാർത്ഥയോട് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇന്നത്തെ ഒരു വെബിനാറിൽ ഇത് പറഞ്ഞിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും നമ്മുടെ കോഴ്സ് നിങ്ങളൊന്ന് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്ന കാര്യമാണ്, എന്റെ ദൈവമേ, ഇത് 10,000 2,000 പേര് എഴുതുന്ന പരീക്ഷയല്ലേ, ഈ പരീക്ഷ എഴുതിയിട്ട് ഇത്രയും പേര് എന്തോരം പഠിക്കുന്നത്, എങ്ങനെ കിട്ടാനാണ്? പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഞാൻ കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു തുടങ്ങി, എനിക്ക് ജോലി കിട്ടണം. ആദ്യത്തെ 1 റാങ്ക് 2 റാങ്ക് 3 റാങ്ക് 4 റാങ്ക് 5 റാങ്ക്. ഞാൻ പറയുന്നത് IPLSൽ ആദ്യത്തെ 5 റാങ്ക് ആയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. സയന്റിഫിക് ഓഫീസർ ആദ്യത്തെ 10 റാങ്കിലും കയറണമെന്ന് പറഞ്ഞിട്ട് 9 റാങ്കേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 9 പേരുള്ളൂ. ആ 9-ൽ 7 പേരും എന്റെ പിള്ളേരാണ് ഉള്ളത്. അപ്പോൾ എനിക്കന്ന് വാക്ക് അവരെ പാലിച്ചു. നമ്മൾ അത്രയും അവരെ ട്രെയിൻ ചെയ്യിച്ചു, അത്രയും പ്രോബ്ലംസ് ചെയ്യിച്ചു, അത്രയും വർക്ക്ഔട്ട് ചെയ്യിച്ചു, അത്രയും കോമ്പറ്റീഷൻ ഉള്ള പരീക്ഷയായിരുന്നു. പക്ഷെ ആദ്യത്തെ 7 റാങ്ക് ഞങ്ങൾക്ക് കിട്ടി, നമുക്ക് കിട്ടി. പിള്ളേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്, നമ്മൾ അവർക്ക് ചെയ്യാവുന്നതിന് പരമാവധി ചെയ്തു കൊടുത്തു, മോട്ടിവേഷൻ എല്ലാവർക്കും നമ്മൾ കൊടുത്തു. അപ്പൊ അത് പറയുന്ന പോലെ നമ്മൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കരുത്. ഞാനിത് ആയേ തീരൂ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ചിന്തിക്കുക, രാവിലെ ചെയ്യുമ്പോൾ ലീഗൽ മെത്തേഡ് ഇൻസ്പെക്ടർ റാങ്ക് 1 ഞാനായിരിക്കും, അല്ലെങ്കിൽ റാങ്ക് 2 ഞാനായിരിക്കും എന്ന് ചിന്തിച്ച് ഓട്ടോമാറ്റിക്കലി പഠിത്തത്തിൽ പോകും. മറ്റുള്ളവർ എന്ത് പഠിക്കുന്നില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് എക്സാമ്പിൾ ഉണ്ടാവും. നമ്മുടെ നാട്ടില് കുറെ നാൾ PSC പഠിച്ച് നടക്കുന്ന ആൾക്കൊന്നും ജോലി കിട്ടാത്ത പല ആളുകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അവരൊക്കെ 5 വർഷം കൊണ്ട് പഠിച്ചിട്ട് കണ്ടോ ഇത്ര അന്തരീക്ഷം ആവുന്നില്ല എന്ന് ചിന്തിക്കും. അത് കറക്റ്റ് സ്മാർട്ട് സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇവർക്ക്. അവരെഴുതാൻ പോകുമ്പോൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാ, നമ്മളെ കുറിച്ചല്ല. അയ്യോ, മറ്റുള്ളവർ കുറെ പഠിച്ചിട്ടില്ലേ, അവരവിടെ പോയി പഠിച്ചില്ലേ, അവരിവിടെ പോയി പഠിച്ചില്ലേ, അതുകൊണ്ട് അവർ ഇത്ര വർഷം കൊണ്ട് പഠിക്കുന്നില്ലേ, അപ്പൊ നമുക്ക് കിട്ടുമോ, എനിക്ക് സബ്ജക്ട് നോളജ് കുറവാണല്ലോ, അപ്പൊ എനിക്ക് കിട്ടുമോ. ഇത് നമ്മൾ പഠിക്കുമ്പോൾ തൊട്ടാ ചിന്തിക്കുന്നത്, പരീക്ഷയ്ക്ക് പോകുമ്പോഴും ചിന്തിക്കുന്നതാണ്. പക്ഷെ ഇതല്ലാത്ത കുറച്ച് ആളുകളുണ്ട്, അവരാണ് ഈ റാങ്ക് ലിസ്റ്റിൽ കയറുന്നത്. അവരെഴുതാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീരുമാനിക്കും, ഇതെനിക്ക് കിട്ടിയിരിക്കും, ഞാനിത് കയറിയിരിക്കും. അവരുടെ ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അത് ശരിക്കും അവരവിടെ എത്തിക്കും. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും, ഓരോ ആളോടും പറയുകയാണെങ്കിൽ കാര്യം ഇതാണ്, നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. ഇതിലേക്ക് കിട്ടും, ഇത് കിട്ടിയിട്ട് ഞാൻ അടങ്ങും എന്ന് ചിന്തിച്ച് ചെയ്യുക. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക. അവര് പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ തലകുത്തി നിൽക്കുകയോ വെളിയിൽ നിന്ന് ചാടുകയോ എന്ത് വേണം ചെയ്തോട്ടെ, നമ്മളത് ബാധിക്കില്ല. നമ്മൾ പഠിക്കുകയാണ്, എനിക്ക് വേണ്ടിയാ പഠിക്കുന്നത്, ഞാൻ ഇതായിരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യം എഴുതല്ല. ദെൻ രണ്ടാമത്തെ കാര്യം പ്രോപ്പർ ഗൈഡൻസ്. അപ്പൊ ഇതാണ് സിലബസ്. അപ്പൊ നമ്മളൊക്കെ കുറെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ, അതായത് സബ്ജക്ട് ഓറിയന്റഡ് PSCയിൽ ഇങ്ങനെ നോക്കി പോകുന്ന ആളുകളാണ്, മനസ്സിലായോ? അപ്പൊ നമുക്കറിയാം, ഇപ്പൊ സബ്ജക്ട് ഒരുപാട് നാള് പഠിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിയാൻ പറ്റും ഏത് മേഖല എന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, എങ്ങനെയാണ് ചോദിക്കുന്നത്, എന്താ ചോദിക്കുന്നത്, ഒരുവിധം അറിയണ്ടാവും. അത് ഈ പഠിപ്പിച്ച് കിട്ടുമ്പോൾ ഒരു പ്രാക്ടീസ് ആണ്. നമ്മുടെ അഹങ്കാരമായിട്ട് പറയുന്നതല്ല. നമ്മൾ പണ്ട് സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞുതരാല്, പരീക്ഷയ്ക്ക് മുമ്പ് എടാ ഇത് പഠിച്ചാൽ മതി, ഇതായിരിക്കും ചോദിക്കണ്ടാവുക. അപ്പൊ അതിനെ ചോദിക്കും, നമ്മൾ പറയും ടീച്ചർ പറഞ്ഞ എല്ലാം ചോദിച്ചു എന്ന് പറയും. അത് ടീച്ചറിന്റെ കുറെ നാളത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർ പറയുന്നതാണത്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യത എന്ന് പറയുന്ന പോലെ കുറെ നാളായിട്ട് നമ്മളിങ്ങനെ കഴിഞ്ഞ ലീഗൽ മെട്രോൾ ഇൻസ്പെക്ടർ കോഴ്സ് നമ്മൾ ചെയ്തു, സയന്റിഫിക് ഓഫീസർ ചെയ്തു, ഡോക്യുമെന്റ്സിന്റെ ചെയ്തു, HSST മുമ്പ് ചെയ്തു, ഇപ്പൊ HSST ചെയ്യുന്നുണ്ട്, ലോങ് ടേം ബാച്ച്, SFT ബാച്ച്, ഫിംഗർ പ്രിന്റ് സെർച്ചർ, അങ്ങനെ ഒത്തിരി കോഴ്സുകൾ, ഫിസിക്സും കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ റിസൾട്ടുകളും ഉണ്ട് നമുക്ക്, മനസ്സിലായി. അപ്പൊ ഫിംഗർ പ്രിന്റ് സെർച്ചർ, ലീഗൽ മെട്രോൾ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ അത് നമ്മളൊക്കെയായിരുന്നു ആ റാങ്ക് ലിസ്റ്റ് മുഴുവൻ നമ്മുടെ പിള്ളേർ. ഞാൻ ബാക്കി താഴെയുള്ള റാങ്കുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ബാക്കി താഴെയുള്ള ഒരുപാട് റാങ്കുകൾ അതിനകത്തുണ്ട്. അപ്പൊ ആദ്യത്തെ 2 മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത്രയും പിള്ളേർ നമ്മുടെ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്, നമ്മുടെ പിള്ളേർ തന്നെ കയറിയെന്നുള്ളത്. ഇത്തോളം നമ്മുടെ പിള്ളേർ തന്നെ കയറും. ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ പിള്ളേർ തന്നെ ആയിരിക്കും, കാരണം അത്യാവശ്യം മാർക്കുണ്ട് എല്ലാ ആളുകൾക്കും. അപ്പൊ അതുകൊണ്ട് മക്കളെ, നിങ്ങളൊരു പ്രോപ്പർ ഗൈഡൻസ്, നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും കൃത്യമായിട്ടൊരു ഗൈഡൻസ് നമുക്ക് ഉണ്ടാവണം. എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, അതുകൂടി വേണം. വെറുതെ കുറെ പുസ്തകം കിട്ടി എല്ലാം കൂടി പഠിക്കാൻ പാടില്ല. ഇതൊക്കെ പഠിച്ചാൽ മതി എന്ന് നമ്മൾ പറയും, അത് മാത്രമേ പഠിക്കാവുള്ളൂ. കാരണം PSC ആണ്, നമുക്ക് അവിടെ പോയി എസ് എഴുതാൻ നമ്മുടെ ബ്രെയിൻ ഭയങ്കര വലുതാക്കാനൊന്നും അല്ല. നമുക്ക് ആ ഒരു MCQ വരുമ്പോൾ ഒരു ചോദ്യം കിട്ടണം, നെഗറ്റീവ് അടിക്കാൻ പാടില്ല, റാങ്ക് ലിസ്റ്റ് വരണം. അല്ലാതെ ഇതൊന്നും നമ്മുടെ തലയ്ക്കകത്ത് കയറ്റി വെച്ച് ഇതൊന്നും കൊണ്ടെങ്കിലും പോകാനില്ല. പിന്നീട് വേണമെങ്കിൽ ഇതൊക്കെ പഠിക്കാം, ഒരു ഇഷ്ടത്തിന് ഫിസിക്സ് പഠിക്കാം, ഫിസിക്സ് പഠിക്കാം, കെമിസ്ട്രി പഠിക്കാം. ഇപ്പൊ നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാം ഉണ്ടാവും. ഞാനുണ്ടാവും, നമ്മുടെ ടീം എല്ലാം നിങ്ങളൊപ്പം ഉണ്ടാവും, IPLSന്റെ ടീം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. യെസ്, അപ്പോ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ IPLS കോഴ്സ് ചെയ്യുന്നത് നമ്മൾ ലോങ് ടേം ബാച്ച് ആയിട്ട് കെമിസ്ട്രീന്റെ തുടങ്ങിയിരുന്നു. അല്ല, ഈ കെമിസ്ട്രീന്റെ അല്ല, ലീഗൽ മെട്രോളജി തുടങ്ങിയിരുന്നു. അപ്പൊ കുറെ ആളുകളുണ്ട്. അപ്പൊ ഇനിയും വരാനുള്ളവർക്ക് വേഗം വരാം. കാരണം കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. കാരണം നമുക്ക് കറക്റ്റ് ട്രാക്ക് കിട്ടില്ല. നിങ്ങളിപ്പോ വന്നാൽ മാത്രം നമുക്ക് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാം, ടേക്ക് ഓവർ ചെയ്യാം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട്. കാര്യങ്ങളെല്ലാം പറഞ്ഞു ചോദിച്ചു അന്വേഷിച്ചൊക്കെ. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട്
കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതാ ഇവിടെ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് ജസ്റ്റ് വിളിച്ചാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ പഠിക്കണ മക്കളെ ജോലി വാങ്ങിച്ച് അടങ്ങാവുള്ളൂ. നമ്മൾ ജനറൽ പി എസ് സി പഠിക്കുന്ന പോലെയല്ല. ജനറൽ പി എസ് സി ഒക്കെയാണ് നമ്മൾ 2 വർഷമൊക്കെ പഠിച്ച് തെളിഞ്ഞ് വരുമ്പോഴേ നമുക്ക് ജോലി കിട്ടുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഒരു 6 മാസം എന്തെങ്കിലും പഠിച്ചാൽ മതി, കൃത്യമായിട്ട് പഠിച്ചാൽ മതി, ജോലി കിട്ടും. കിട്ടിയാൽ തന്നെ നല്ല ജോലി കിട്ടും. കാരണം ഇപ്പൊ പറഞ്ഞ LGS അല്ലെങ്കിൽ LDO ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബേസിക് പേ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതിന്റെ ഇരട്ടി ബേസിക് പേ ആണ് ഈ പറയുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. അത്രയും ജോലിയില്ല ഇതിനകത്ത്. അതാണ് അതിന്റെ ഒരു ഗുണം. ഇൻസ്പെക്ടർ ആണ്, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കുറെ ഗുണഗണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യും. പിന്നെ മറ്റേ പരീക്ഷ 2 ലക്ഷം പേര് എഴുതുമ്പോൾ ഈ പരീക്ഷ ആകെ എഴുതുന്ന ഒരു 7000-8000 പേരെ ഉണ്ടാവുള്ളൂ, മനസ്സിലായി? ആ 7000-8000 പേരും പഠിക്കുന്ന ഒരു 10-300 പേരെ ഉണ്ടാവുള്ളൂ. ആ 10-300 പേരും പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നത് 200 പേരെ ഉണ്ടാവും. അതൊക്കെയാണ് സത്യം ഇതിന്റെ അകത്ത്, മനസ്സിലായോ? IPS റാങ്ക് ഫയൽ ഉണ്ട്. നമ്മൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ റാങ്ക് ഫയൽ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ കംപ്ലീറ്റ് നോട്ടുകളും പിന്നെ MCQസും ടെസ്റ്റും എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിന്റെ അകത്ത് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ വേറെ ഒന്നിനും പോകണ്ട. ഒരു പുസ്തകം മേടിക്കാനോ വായിക്കാനോ ഒന്നിനും പോകണ്ട. എല്ലാ സാധനവും ഇവിടെ നിന്നുണ്ടാവും. എല്ലാ സാധനം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടോ. കമന്റ് ബോക്സിനോട് ചോദിക്കുക, ഞാൻ പറയാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ. അത് റെക്കോർഡ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് ആപ്പിൽ കയറി എപ്പോൾ വേണേലും റെക്കോർഡ് ക്ലാസ് കാണാം. അത് കൂടാതെ നമ്മളൊരു ഇത്ര സമയം കൂടുമ്പോൾ, ഇപ്പൊ മാസത്തിൽ 1-2 തവണയെങ്കിൽ നമ്മൾ ലൈവ് ക്ലാസ് വയ്ക്കും. ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും ഇലക്ട്രോണിക്സിന്റെയും മാത്സിന്റെയും ഒക്കെ ലൈവ് ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട്. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ അങ്ങോട്ട് നമ്മൾ HSST ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഷഹീമ ഷാജി, HSST ഫിസിക്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അയ്യോ, ക്ലാസ്സിൽ ചെയ്തല്ലോ. ഓടി ഒന്ന് ചേരിട്ടാ. നമ്മളിപ്പോ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ വരുന്നതുകൊണ്ട് HSST-ക്കാർ ചേരാനുള്ളവർ വേഗം ചേർന്നോ, സമയം കളയരുത്. യൂണിഫോം പോസ്റ്റ് ആണ്. പക്ഷേ ഈ യൂണിഫോം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻസ്പെക്ഷന് പോകുമ്പോൾ മാത്രം യൂണിഫോം മതി, മനസ്സിലായോ? എക്സാം ഡേറ്റ് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് എക്സാം വരുന്നത്. വേക്കൻസി എന്ന് പറയുന്നത് എൻ്റെ ഒരു കണക്കൂട്ടില് ഓരോ ലിസ്റ്റിൽ നിന്ന് ഒരു 30-35 അപ്പോയിന്റ്മെന്റുകൾ നടക്കും ഈ ലിസ്റ്റിൽ നിന്ന്. സിലബസ് മാറാൻ ഒരു സാധ്യതയില്ല. ഇതേ സിലബസ് വരുന്നുണ്ടാവുള്ളൂ. BSc സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക് ഫിസിക്സ് ഉപവിഷയമായിട്ട് പഠിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് സിലബസ് ഇതുമായിട്ട് ബന്ധമില്ല. അതിന്റെ ചെറിയ പോസ്റ്റ് അല്ലേ? റെയിൽവേ സിഗ്നൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിലബസ് ആയിട്ട് സാമ്യമുണ്ട്. നമ്മുടെ ഒരു കുട്ടി അതിൽ കയറിയായിരുന്നു. സയന്റിഫിക് ഓഫീസ് എടുത്തൊരു കുട്ടി ആ പോസ്റ്റിൽ കയറിയായിരുന്നു. നമ്മുടെ ക്ലാസ്സാ പഠിച്ചത് റെയിൽവേയിൽ, ടെക്നിക്കൽ ഗ്രേഡ് ആയിട്ട് സിഗ്നൽസിൽ. ഇല്ല, ഈ സിലബസ് ഒന്നും മാറാൻ സാധ്യതയില്ല. ഈ സിലബസ് മാറിയാലും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്തോളാം. മെഡിക്കൽ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇന്റർവ്യൂ ഉണ്ട്. സ്പെക്സ് ഒന്നും പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതിനകത്തെ. അത് ഫിംഗർ പ്രിന്റ് സെർച്ചിട്ടാണ് ഈ സ്പെക്സിന്റെ പ്രശ്നം വരുന്നത്. എക്സാം വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ്. ഇന്റർവ്യൂ ഉണ്ടാവും. പക്ഷെ നമ്മൾ കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇന്റർവ്യൂ നമ്മൾ നോക്കിക്കോളാം. എന്ന് വെച്ചാൽ ഇന്റർവ്യൂ ട്രെയിനിങ് തരാം. നമ്മൾ സയന്റിഫിക് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളെ കൊണ്ടാണ് ഇന്റർവ്യൂ ക്ലാസ് എടുപ്പിച്ചത് നിങ്ങൾക്ക്. അതുപോലെ ലീഗൽ മെട്രോളജിനെ കഴിഞ്ഞ് ഇന്റർവ്യൂ ചെയ്ത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാറാണ് നമ്മൾ എടുപ്പിച്ചു കൊടുത്തത്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ വർക്ക് ചെയ്യുന്ന ഒരു മാഡമാണ് നമ്മുടെ പിള്ളേർക്ക് ഇന്റർവ്യൂ ട്രെയിനിങ്. അപ്പൊ ഇന്റർവ്യൂ ട്രെയിനിങ് നിങ്ങൾ പേടിക്കേണ്ട. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ എഴുതി നമുക്ക് ചെയ്യാം. ജോബ് ടൈപ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ജോബ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ഒരു കടയിൽ ത്രാസ് വിൽക്കുകയാണ്. ആ ത്രാസ് വെറുതെ വിൽക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇവരുടെ ഓഫീസിൽ കൊണ്ടുപോയി കമ്മീഷൻ ചെയ്യണം. അത് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ കടകളിലെ അളവും തൂക്കവും കൃത്യമാണോ എന്ന്, പെട്രോൾ പമ്പിൽ പോയി 1 ലിറ്റർ പെട്രോൾ മേടിച്ചിട്ട് അവിടെ ഇടയ്ക്ക് പോയി ഇൻസ്പെക്ഷൻ നടത്തണം. കറക്റ്റ് ആണോ അവരുടെ 1 ലിറ്റർ എന്നൊക്കെ ഇൻസ്പെക്ഷൻ നടത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്.
ഹൈറ്റ് ഇഷ്യൂ ഇല്ലാന്നോ? നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ നോക്കണം കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഹൈറ്റ് ഇഷ്യൂ ആ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഹൈറ്റ് വേണമെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, നോക്കിയാൽ മതി കേട്ടോ. ഫിസിക്സ് ഒരു ഉപവിഷയമായിട്ട് എടുത്താൽ തന്നെ എഴുതാൻ പറ്റും. അതാ നമ്മുടെ വൈശാഖ് ബാബു പറയുന്നുണ്ട് ഹൈറ്റ് ഇഷ്യൂ ഇല്ല. ഐശാഖ് നോക്കി നോട്ടിഫിക്കേഷൻ, ഹൈറ്റ് സ്പെക്സിന്റെയും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്ലൈ ചെയ്താൽ മാത്രം പോലെ പഠിക്കും. ഫിംഗർ പ്രിന്റ് സെർച്ചിനാണ് ഈ സ്പെക്സ് വെക്കുമ്പോൾ പ്രശ്നം വരുന്നത് കേട്ടോ. ഓൾറെഡി ക്ലാസ് എടുത്തായിരുന്നോ? ഓക്കെ ഓക്കെ. യെസ്, അശ്വതി ക്ലാസ് എടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ. ഹൈറ്റ് ഇഷ്യൂ ഒന്നും ഇല്ല, അശ്വതി ഉഷാറായിട്ട് പഠിക്കും. ആപ്പില് ക്ലാസ് ഉണ്ടാവും, നിങ്ങൾക്ക് എപ്പോ വേണേലും ആപ്പില് ക്ലാസ് കാണാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്യും, ടോപ്പിക്ക് നിങ്ങളോട് നേരത്തെ പറയും. ലൈവ് കൂടുതൽ ടെസ്റ്റ് പേപ്പറുകളാണ് നമ്മൾ ലൈവായിട്ട് നടത്താറുള്ളത് കൂടുതലായിട്ട്. എക്സാം പാറ്റേൺ OMR ആണ്. വൈശാഖേ നമ്മുടെ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലേ? കൊള്ളാം, പഠിക്കട്ടാ. ഒന്ന് വിളിച്ച് അവര് കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. വെബിനാറിലുള്ളവർക്കാണെ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു. പറഞ്ഞാൽ മതി, വെബിനാറിലുണ്ടായിരുന്നു. ഇതിന്റെ മെയിൻസ് അങ്ങനെ ഒറ്റ പരീക്ഷയാണ്, ഒറ്റ പരീക്ഷ. നിങ്ങൾ മറ്റേതുപോലെ പ്രിലിംസ് എഴുതി മെയിൻസ് ഒന്നും പോകണ്ട, ഒറ്റ പരീക്ഷ. അയ്യോ, നിങ്ങൾ കൂടുതലൊന്നും വൈശാഖ കൂടുതൽ നോക്കാൻ പോകണം. നമ്മുടെ ആപ്പിൽ എല്ലാ സാധനം, ഞാൻ അത്രയും പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നും വേറെ നോക്കാൻ പോകണം, നമ്മൾ പറയുന്ന മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പോകണ്ട. അങ്ങനെ പഠിച്ചവരാണ് ആ റാങ്ക് ലിസ്റ്റ് എല്ലാം വന്നത്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിൽ ഉണ്ടാവും, പിന്നെ യൂട്യൂബിൽ ലൈവായിട്ട് നമ്മൾ ചെയ്യും. മോസ്റ്റ്ലി ഗൂഗിൾ മീറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക. കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഓൾറെഡി ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പുതിയ ബാച്ച് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് വിളിച്ചാൽ അവർ പറഞ്ഞുതരും എന്നോട്ടാ തുടങ്ങുന്നതെന്ന്. ഒന്നും പ്രശ്നമില്ല. ലൈവ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് കുറച്ചുകൂടി കുട്ടികൾ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അല്ലെ പിന്നെ പുറകെ വന്നവർക്ക് പാടാവും, അതാ. ഓക്കെ വൈശാഖ് ബാബു, ഞാൻ ഈ പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എന്റെ പേരുണ്ടാവണം, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. വൈശാഖ് കുറേ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സിലബസ് നമ്മൾ പരീക്ഷയ്ക്ക് ഒരു 1-2 മാസം മുന്നേ തന്നെ കംപ്ലീറ്റ് സിലബസ് തീർത്തിരിക്കും. അത് പരീക്ഷയുടെ തലേന്ന് വരെയൊന്നും ക്ലാസ് ഉണ്ടാവില്ല, ബാക്കി മുഴുവൻ റിവിഷനാണ്. കാരണം ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഒരുപാട് നേരം പഠിക്കുന്നതിനേക്കാൾ നല്ലത് റിവിഷൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കോഴ്സും അങ്ങനെയാണ്, നമ്മൾ 1 മാസം മുന്നെങ്കിലും കംപ്ലീറ്റ് കണ്ടന്റ് തീർത്തിട്ടുണ്ടാവും. അതിന്റെ ഈ 1 മാസം മുന്നേ തന്നെ ബാക്കി ചാപ്റ്ററിന്റെ റിവിഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ എക്സസൈസ് ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഫിസിക്സ് നമ്മൾ റിവിഷൻ കഴിഞ്ഞു, ഇലക്ട്രോണിക്സ് റിവിഷൻ കഴിഞ്ഞു അല്ലെ. ഇനിയിപ്പോ ന്യൂക്ലിയർ കഴിഞ്ഞു, ഇപ്പൊ റിവിഷൻ നടക്കാൻ പോവാണ്. അതിന്റെ അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു, മൈക്രോ പ്രോസസർ സ്റ്റാർട്ട് ചെയ്തു. ആ 10 മൊഡ്യൂളാണ്, അതിന്റെ 4 മൊഡ്യൂൾ നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. പരീക്ഷ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നേ ഉള്ളൂ, നമ്മൾ നേരത്തെ തുടങ്ങിയതാണ്. യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ടാറ്റു ഇഷ്യൂ വരുമോ? ടാറ്റു ഒക്കെ ഇപ്പൊ കളയാൻ വലിയ പാടൊന്നുമില്ല. ടാറ്റു ഇഷ്യൂ ഒന്നും ഇവിടെ ഉണ്ടാവില്ല പിള്ളേരെ. ഇത് മറ്റേ യൂണിഫോം ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് പോലെയൊന്നും അല്ല ഇത്. ഇൻസ്പെക്ടിങ് കേസിന് പോകുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ യൂണിഫോം ഇട്ട് ധരിക്കാറ് സാധാരണ. നമ്മൾ ഏതെങ്കിലും ലീഗൽ മെട്രോ ഇൻസ്പെക്ടർ യൂണിഫോം ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. ഷാഹിമ മജീദ്, ഫസ്റ്റ് ടൈം ആണല്ലേ സബ്ജക്ട് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നത്? യെസ്, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, ഈ ജോലി തന്നെ വാങ്ങിക്കി. പിന്നെന്താ പ്രശ്നം? കോൺഫിഡൻസ്, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇല്ലാത്തത് നമുക്ക് വേണ്ടത് ഇപ്പൊ അതാണ്. പഠിക്കാനൊക്കെ എല്ലാവർക്കും കഴിവുണ്ട്. സ്റ്റഡി പ്ലാൻ തരാം കേട്ടോ, ഞാൻ ചെയ്യാൻ പറയാം, ചെയ്തു തരാതെ. റെഫറൻസ് ബുക്ക് ഒന്നും നോക്കണ്ട, കാരണം ഇതിന് കറക്റ്റ് ആയിട്ട് റെഫറൻസ് ബുക്ക് കിട്ടില്ല. നമുക്ക് പറയാൻ പറ്റുന്ന NCERT പുസ്തകം നമുക്ക് നോക്കാൻ പറ്റും. പക്ഷെ ഇലക്ട്രോണിക്സിന്റെ ഭാഗമൊന്നും നമുക്ക് അങ്ങനെ ഒരു പുസ്തകം പറയാൻ പറ്റില്ല. നമ്മളിപ്പോ MSCക്ക് പഠിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടാണ് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, മനസ്സിലായോ? പിന്നെ ടോപ്പിക്ക് വളരെ സ്കാറ്റേർഡ് ആണ്, അത്രയും പുസ്തകങ്ങളൊന്നും നമുക്ക് അവൈലബിളും ആവില്ല, അതാ പ്രശ്നം. എന്റെ
ലൈവ് ക്ലാസ് ഹോൾഡ് മിക്കവാറും സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും നമ്മൾ ലൈവ് ക്ലാസ് വെക്കേണ്ടത് കേട്ടോ. അത് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ടേ ഉണ്ടാവുള്ളൂ. ഭരത് ചന്ദ്രൻ, ഓ സയന്റിഫിക് ഓഫീസർ, ഫിസിക്സ് 8ാമത്തെ റാങ്കുകാരനായിരുന്നല്ലേ നമ്മുടെ. കൊള്ളാം. സയന്റിഫിക് ഓഫീസറിലെ നിയമനങ്ങൾ വരട്ടെ. അത് 3 വർഷം കാലാവധി ഉണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴാണ് ഒഴിവ് വരിക എന്നുള്ളത്. ചില ലിസ്റ്റിന്റെ ഒക്കെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം എനിക്ക് ജോലി കിട്ടട്ടെ എന്തായാലും. ഇത് നന്നായിട്ട് പഠിക്കുക. ചിലപ്പോൾ അതിനു മുമ്പ് ഇത് കയറി പോകും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് 8ാം റാങ്ക് വാങ്ങിച്ച ആൾക്ക് ഇനി കോൺഫിഡൻസിന്റെ കുറവൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഭരത് ചന്ദ്രൻ, ഞാൻ നോക്കിക്കോളാം ഭരതിന്റെ കാര്യം. സ്റ്റഡി പ്ലാൻ ഇടാം. ടാറ്റുവിന്റെ ദൈവമേ, ഈ ടാറ്റു അടിച്ച് ടാറ്റുകാരന്റെ ടെൻഷൻ ആണല്ലോ. ടാറ്റു കളയണമെന്ന് വിചാരിച്ച് കുറെ ഡേ. ടാറ്റു ഒന്നും പ്രശ്നമൊന്നുമല്ല. ഇനി പ്രശ്നമാണെങ്കിൽ പോലും നമുക്കൊരു ലേസർ ചെയ്താൽ കളയാന്നുള്ളൂ. ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഷെബിൻ, കഴിഞ്ഞ സയന്റിഫിക് ഓഫീസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴേ 1988 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരു ആളാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചത്. മനസ്സിലായോ? ചെറിയ പിള്ളേരുടെ കൂടെ കോമ്പറ്റീഷൻ നടത്തി എഴുതി വാങ്ങിച്ചത്. നമുക്കൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അത്. അന്ന് പറയുന്ന പോലെ നമുക്ക് വർഷമൊന്നുമല്ല പ്രശ്നം. നമുക്കൊരു മനസ്സും കോൺഫിഡൻസും ഉണ്ടെങ്കിൽ എല്ലാ കാലത്തും പഠിക്കാം. മനസ്സിലായോ? പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ കയറി കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഡൗൺ ടു എർത്ത് എല്ലാം പഠിപ്പിക്കുന്നു. അല്ലാതെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന രീതിയിലൊന്നുമല്ല പഠിപ്പിക്കും. അതാണ്. ഇതിന്റെ അത് ജനറൽ നോളജിന്റെ പോർഷൻ ഇല്ല പിള്ളേരെ. ഇതിന്റെ ജനറൽ നോളജ് ഇല്ല. സബ്ജക്ട് ഓറിയന്റഡ്. ആകെ IT മാത്രമേ ഇതിന്റെ അകത്ത് പുറത്തു വരുന്നുള്ളൂ. ബാക്കിയാണ് സബ്ജക്റ്റ് ആണ്. ജനറൽ പേപ്പർ ഇല്ല അതിന്റെ അകത്ത്. നീരജനുണ്ടോ ഇവിടെ? കൊള്ളാം. പഠിക്കട്ടാ, നന്നായിട്ട് പഠിക്കേ. നീരജ നമ്മുടെ റാങ്കുകാരി കേട്ടോ, സയന്റിഫിക് ഓഫീസർ. വെരി ഗുഡ്. നിങ്ങളുടെ മോസ്റ്റ് ക്ലാസ്സുകൾ ആപ്പിലായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണേലും കാണാം. ബസ് ഇരിക്കുമ്പോൾ കാണാം, പിന്നെ വീട്ടിലിരിക്കുമ്പോൾ കാണാം, എവിടെ ഇരിക്കുന്നവരിലും കാണാം. ലൈവ് ക്ലാസ്സുകൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം വൈകുന്നേരം ഏതെങ്കിലും ഒരു 8 മണി മുതൽ 9 മണി വരെയൊക്കെ ആയിരിക്കും കേട്ടോ. നേരത്തെ പറയുകയും ചെയ്തിരുന്നു. ആ ലൈവിന്റെ റെക്കോർഡ് സെഷൻ നിങ്ങളുടെ ആപ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ അത് കണ്ടാലും മതിയാവും. ഇന്ററാക്ഷൻ സെക്ഷൻ വെക്കും, ഉറപ്പായിട്ടും വെക്കും. പിന്നല്ല, ഉറപ്പായിട്ടും വെക്കും. നീരജയ്ക്ക് കൺഗ്രാജുലേഷൻസ് കിട്ടണം കേട്ടോ. വൈശാഖ് ബാബു, വൈശാഖിന് കൺഗ്രാജുലേഷൻ കിട്ടണമെങ്കിൽ അടുത്ത ലിസ്റ്റ് വരുമ്പോൾ എന്റെ പേര് വാങ്ങും. പറയാം. ക്ലാസ് മാത്രമല്ല MCQ എൻ്റെ ഉണ്ട്. ടൈമർ ഇട്ടിട്ടുള്ള MCQs ആപ്പിലുണ്ട്. ഈവനിങ് ഉണ്ടാവുള്ള ലൈവ് ക്ലാസ്. വൈകിട്ട് സജിത്ത് ഫ്രാൻസിസ് ആദ്യമായിട്ട് PSC എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് കിട്ടട്ടെ. പഠിക്ക്, നന്നായിട്ട് പഠിക്ക്. ഞാൻ ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസോടെ പഠിക്ക്. അതെ, നീരജ വൈശാഖിനെ താങ്ക് യു ഇട്ടിട്ടുണ്ട് കേട്ടോ. ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ആപ്പിൽ വെക്കും. നീരജ ഡോക്യുമെന്റ്സിൽ, സയന്റിഫിക് ഡോക്യുമെന്റ്സിലൊക്കെ അത്യാവശ്യം അത് പക്ഷെ നേരത്തെ വിളിച്ചിട്ടില്ലാത്ത PSC ആയിരുന്നുകൊണ്ടാണ് അതിൽ നിയമനങ്ങൾ നടന്നു. ഫിസിക്സ് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന കുറച്ച് ഓഫീസേഴ്സ് ഉണ്ട് ഫോറൻസിക്കില്. ഞാനപ്പോ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് വേക്കൻസികൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാം. ഞാൻ ഒന്നും അറിയാത്തതുകൊണ്ടാണ് പറയാത്ത, അല്ലെങ്കിൽ അത് പറയാം കേട്ടോ. ഞാൻ വിട്ടിട്ടില്ല, ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഒരു ഏട്ടൻ തന്നെ സയന്റിഫിക് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. നീ ഞാൻ ഇത് നന്നായിട്ട് പഠിക്കട്ടോ. നന്നായിട്ട് പഠിക്കണേ. ഉറപ്പായിട്ടും അടുത്ത വർഷം റാങ്ക് 1 വാങ്ങിക്കണം. എന്റെ ജോലിന് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെയൊക്കെ നന്നായിട്ട് അറിയാവുന്നതാ. ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ആപ്പിൽ വെക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എത്താം. ഓക്കെ, അപ്പൊ ശരി മക്കളെ, നമുക്ക് കാണാം. കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം വേഗം ജോയിൻ ചെയ്തിട്ടാ. നമുക്ക് കാണാം. സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ടും പഠിക്കട്ടോ. നല്ലതായിട്ട് പഠിക്കണം. കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ ആദ്യം അവസാനം പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഇൻബിൽട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. നമ്പർ 2, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അങ്ങനെ പല കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം. ബൈ ബൈ.
താങ്ക് യു.